നമ്മുടെ ടൂള് നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി മുതൽ TP/SL എവിടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വെക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബാക്കെൻഡിൽ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ കൂടി നമുക്ക് എന്താക്കാൻ പറ്റുന്നത്, നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നത്. അത് 3 മാർക്കറ്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ മാർക്കറ്റ് ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഗോൾഡ് ആണ്, ഫോറക്സിൻ്റെതാണ്. ഇപ്പോൾ നമുക്ക് BTC എടുക്കാം. 3 മാർക്കറ്റിലും അപ്ലിക്കബിൾ ആണ്. BTC എടുത്തിട്ടുണ്ട്. BTCയിൽ നോക്കാം ചാർട്ട്. ഓക്കെ, BTCയിൽ നമുക്ക് ഇവിടെ സിസ്റ്റം നമുക്ക് ജനറേറ്റ് ആക്കി തന്നിട്ടുള്ളത് ഒരു ബുള്ളിഷിലേക്കാണ്, ഒരു ബൈ എൻട്രി ആണ് ഇവിടെ ജനറേറ്റ് ആയി തന്നിട്ടുള്ളത്. നമുക്ക് ഡാറ്റാ ബോക്സിൽ കുറച്ച് കൺഫർമേഷൻ കൂടി എന്താകാനുണ്ട്, അത് ജനറേറ്റ് ആയി വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താക്കാം, എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ക്രിപ്റ്റോയിൽ ഇപ്പം വന്നിട്ടുള്ള നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് എൻട്രി എന്നാവല് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റം കാണിച്ചു തരുന്നത്. അങ്ങനെ കാണിച്ചു തന്നാൽ അതിൻ്റെ കൺഫർമേഷൻ നോക്കാം, എൻട്രി എവിടെയാണ്, ഏതാ ഓക്കെ. അപ്പം ഈ രീതിയിലാണ് അത് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിന്നിങ് ആക്യുറസി എന്നുള്ളത്. ഇതിൻ്റെ ഒരു വിന്നിങ് ആക്യുറസി എന്ന് പറയുന്നത് ഓരോ മാർക്കറ്റിനും ഡിഫറെൻറ്റ് വിന്നിങ് ആക്യുറസിയാണ്. അത് ഡെയിലി വിന്നിങ് ആക്യുറസി ചെറിയ രീതിയിൽ കുറയാം കൂടാം, ആ രീതിയിലാണ്. അതായത് മാർക്കറ്റിൽ നടക്കുന്ന വോളിയം ഓഫ് ബിസിനസ് അനുസരിച്ചാണ് ഓരോ ദിവസം വിന്നിങ് ആക്യുറസി ടൂള് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതാക്കട്ടെ. ഇപ്പം ഞങ്ങൾ ഈ ടൂള് ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണ് നിങ്ങൾക്ക് ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരുന്നത്. സ്കാൽപ്പിംഗ് ആണ് സ്ട്രാറ്റജി വരുന്നത്, ട്രേഡിംഗ് വ്യൂവിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയം നമുക്കിത് ഈ ടൂൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് മിനിമം 50% വിന്നിങ് ആക്യുറസി ആ ടൂളിന് ഏത് മാർക്കറ്റിലാണ് ആ ടൂളിന് നിർബന്ധമായിട്ട് വേണം. ഇത് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, ലോഞ്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് എന്താണ് 50% വിന്നിങ് ആക്യുറസി എന്നാവണം ഈ ടൂളിന് നിർബന്ധമായിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യത്തിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ളത് ഒരു 6ഓളം ട്രേഡേഴ്സിൻ്റെ അവരുടെ സ്ട്രാറ്റജി, അവരുടെ ബ്രെയിനാണ് ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ളത്. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ടൂളാക്കി അത് ഒരു സ്ട്രാറ്റജി എന്നാക്കാൻ പറ്റും, ഡെവലപ്പ് ചെയ്ത് തരാനും പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാം, നിഫ്റ്റിയുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു നല്ലൊരു എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കൂടി ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു നല്ലൊരു കൺഫർമേഷൻ ആയിട്ട് ഒരു എൻട്രി എന്നാക്കാം പ്ലേസ് ചെയ്യാം. ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മാർക്കറ്റിന് ഞാൻ പറഞ്ഞു ഓരോ വിന്നിങ് റേഷ്യോ ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് എത്ര മാർക്കറ്റ്, ഇന്നത്തെ ഒരു കറണ്ട് ഇതെന്ന് പറഞ്ഞാൽ 68 ആണ് നമ്മളെ ടൂളിൻ്റെ ഒരു വിന്നിങ് റേഷ്യോ ഇന്നത്തെ കാണിക്കുന്നത്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് എത്ര, അപ്പോൾ 68 ആണ് സ്റ്റാർട്ടിങ് തന്നെ. ഒരു സാധാരണ 70, 71, 75 ഒക്കെ എത്തലുണ്ട്, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് 68 ആണ്. ഏതിൻ്റെതാണ്, നിഫ്റ്റിയുടേതാണ്. നമുക്ക് ഗോൾഡിൻ്റെത് നോക്കാം. അപ്പോൾ ഓരോ മാർക്കറ്റിനും ഓരോ ഡിഫറെൻറ്റ് വിന്നിങ് റേഷ്യോ ആണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഗോൾഡിൻ്റെ 68 തന്നെയാണ്, 68.3 ആണ് ഗോൾഡിൻ്റെ ഒരു വിന്നിങ് റേഷ്യോ. അപ്പോൾ മാർക്കറ്റ് അതിനെത്ര എന്തായാലും ഒരു 70, 71 ആ രീതിയിലാണ് ഗോൾഡിൻ്റെ ഒരു വിന്നിങ് റേഷ്യോ നിലവിൽ പോകുന്നത്. ഓക്കെ, നമുക്കത് സൊലാന എടുത്ത് നോക്കാം. ഓരോ മാർക്കറ്റിനും ഓരോ സൊലാന 75 ആണ് ഇന്നത്തെ ഒരു വിന്നിങ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഡിഫറൻസും ഈ ഒരു ടൂളിൻ്റെ ആക്യുറസിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് ടൂൾ അതിൻ്റെ പിന്നാലെ ഒന്നാവില്ല, എൻട്രി മാറി ഫ്ലിക്കേറ്റ് ചെയ്ത് പോകില്ല. അതായത് ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ഒരു സ്ട്രോങ് എൻട്രി, ഒരു TP4 കംപ്ലീറ്റ് ചെയ്തു, ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ഏരിയ ആണ്. ഈ മാനിപ്പുലേഷൻ ഏരിയയിൽ എന്നാക്കിയില്ല, ഒരു എൻട്രി ഇതുവരെ നമുക്ക് എന്നാക്കിയിട്ടില്ല, പ്ലേസ് ചെയ്ത് തന്നിട്ടില്ല. ഓക്കെ, ഒരു എൻട്രി കഴിഞ്ഞാൽ ഒരു എൻട്രിയോ ഒരു ബൈ TP4 കംപ്ലീറ്റ് ആക്കി, അല്ലെങ്കിൽ സെൽ ഷോർട്ട് TP4 കംപ്ലീറ്റ് ആക്കിയാലും നെക്സ്റ്റ് എൻട്രി അത്
അത് വരാൻ അതിന് എന്നാക്കണം, മാർക്കറ്റ് വാച്ച് ചെയ്ത് അതിൻ്റെ ബാക്ക് എൻഡ് വാച്ച് ചെയ്ത് ടൈം എടുക്കും നെക്സ്റ്റ് എൻട്രി അവിടെ അപ്ലൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഈ ടൂളിൻ്റെ നമ്മളെ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശ കാര്യങ്ങൾ ഒരു ചെറിയ ബ്രീഫ് ഞാൻ തന്നിട്ടുണ്ട്, എന്താണ് എങ്ങനെയാണ് സിസ്റ്റം എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, 1 by 1 ആയിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക, എന്നാൽ മാത്രമേ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും വോയിസ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഇതാക്കാം, മെസ്സേജിൽ ഇൻബോക്സിലേക്കൊന്ന് ഇതാക്കിയാൽ മതി, എന്നാൽ മാത്രമേ നമുക്കത്. ഹലോ സാർ, യെസ് യെസ് യെസ്, ഒരു ട്രേഡ് ലൈവ് എടുത്ത് കാണിക്കാവോ? ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഇതിൽ ഓക്കെ, ഞാൻ ഗോൾഡിലാണ് ഞാൻ ചെയ്യൽ, ഞാൻ ഗോൾഡും BTC ആണ്. ഇപ്പൊ ഈ ടൂൾ എന്തെങ്കിലും അഡ്വൈസ് ഇപ്പൊ തന്നിട്ടുണ്ടോ നിലവിൽ ഏതെങ്കിലും എടുക്കാൻ അങ്ങനെ? ഓക്കെ, ഇത് ഓൾറെഡി അഡ്വൈസ് തന്ന ടൂളാണ്, ഇത് ഓൾറെഡി കയറിയതാണ്. ഇതിൽ ഏതെങ്കിലും ട്രേഡ് ഇപ്പൊ എടുത്തിട്ടുണ്ടോ? ഞാൻ ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇത് ഞാൻ TP ടാർഗറ്റ് വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ട്രേഡ് അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയം, അതായത് TP1 TP2 TP3 TP4 എന്ന രീതിയിലാണ് നമ്മളൊന്നാക്കല് ട്രേഡ് സെറ്റ് ആവല്. എൻ്റെ ഇവിടെ നിന്ന് അതായത് TP1 സെറ്റാക്കി TP1 എത്തി അവിടെ സെക്യൂർ ചെയ്യണം പ്രോഫിറ്റ്, അവിടെ നിന്ന് വീണ്ടും TP2 അവിടെ എത്തുമ്പോൾ SL എന്താകും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടത്തേക്ക് മാറും. എൻ്റെ SL ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിപ്പോൾ ഇവിടെ ഉള്ളത് 0.6 SL, ഇവിടത്തേക്ക് വരുന്ന സമയം SL എന്താവും 0.2 വരും. അപ്പം ആ രീതിയിൽ SL കീപ്പ് ചെയ്താണ് നമ്മളൊന്നാക്കുന്നിട്ട് ഓരോ ഏരിയയിലും പ്രോഫിറ്റ് സെക്യൂർ ചെയ്ത് പോകണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. TP2 നമുക്ക് ഓക്കെ സ്ട്രോങ് കൺഫർമേഷൻ ആണെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എന്നാക്കാം, നമുക്ക് പ്ലേസ് ചെയ്യാം. സാറേ, നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് TP വെച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുവാണോ ചെയ്യണേ, അതോ ട്രെയിൽ ചെയ്യുവാണോ? നിങ്ങൾ അതായത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു എൻട്രി വന്നു. ഓക്കെ, എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. BTC തന്നെ എടുക്കാം. ഓക്കെ, BTCയിൽ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് BTCയിൽ വന്ന എൻട്രി. നമുക്ക് ഈ ഒരു ബോക്സും കൂടി കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു കൺഫർമേഷൻ ബോക്സ് ആണ് ഇത്. ഫുള്ളി എന്താകും ബുള്ളിഷിലേക്ക് ജനറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ 15 മിനിറ്റും 30 മിനിറ്റും 1 അവറും ഉണ്ട്. ഓക്കെ, ഇതൊന്ന് കൺഫർമേഷൻ, ഇതിൻ്റെ കൺഫർമേഷനും കൂടി ഒന്നാക്കുക, വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് ബുള്ളിഷിലേക്കാണോ എന്നുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ഈ എൻട്രി തന്നെ എന്നാക്കുക, എൻട്രി പ്ലേസ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ടും. അതായത് ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഇവിടത്തേക്ക് പമ്പ് ചെയ്ത് ഒരിക്കലും പോകില്ല. മാർക്കറ്റ് എപ്പോഴും ഒരു സപ്പോർട്ട് എടുത്ത് മാത്രമേ മാർക്കറ്റ് എന്താവും പമ്പിങ് നടത്തും. ഇവിടെ തന്നെ എൻട്രി തന്നെ എന്നാക്കുക, എൻട്രി പ്രൈസ് സെറ്റ് ചെയ്യുക, TP1 സെറ്റ് ചെയ്യുക, TP2 സെറ്റ് ചെയ്യുക, TP3 സെറ്റ് ചെയ്യണം, TP4 സെറ്റ് ചെയ്യണം, SL ഇവിടെ സെറ്റ് ചെയ്യണം. ഈ ഒരൊറ്റ SL ആണ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, TP1 മാർക്കറ്റ് എത്തുന്ന സമയം ആ TP2 ആദ്യം പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ SL എന്താവും TP2ൻ്റെ താഴേക്ക് വരണം, ഇവിടത്തേക്ക് വരണം. പിന്നെ ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് ട്രേഡ്. TP2 മുതൽ TP1 മുതൽ TP2ലേക്കാണ്. പിന്നെ ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് ട്രേഡ് എടുക്കുന്നത്. ഇവിടെ ടാർഗറ്റ് TP2 ഹിറ്റായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും SL. ആ രീതിയിൽ സെറ്റ് ചെയ്ത് ഓരോ സെക്ഷനിലും പ്രോഫിറ്റ് സെക്യൂർ ചെയ്ത് വേണം പോകാൻ. ഓക്കെ, ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി ആക്കണമെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ നേരിട്ട് കോഴിക്കോട് വരുവാണെങ്കിൽ നേരിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റൂലേ? പറ്റും. നിങ്ങൾ നേരിട്ട് ഓഫ്ലൈനിൽ വന്നു കഴിഞ്ഞാൽ, അതായത് മോർണിംഗ് 10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ടൂൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും അതിന്റെ ട്രെയിനിങ്ങും ലൈവായിട്ട് തന്നെ എന്താക്കാം നമുക്ക് പ്രൊവൈഡ്. അതായത് ഓൾറെഡി എനിക്ക് സ്റ്റുഡൻസ് വരുന്നുണ്ട്, നമുക്ക് ഓൾറെഡി ഓഫ്ലൈൻ വരുത്തുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് കൊച്ചിന്നൊക്കെ വരുത്തുന്നുണ്ട്. ഓഫ്ലൈൻ നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളിലായിട്ട് നമുക്ക് ഓഫ്ലൈൻ എന്നാക്കാൻ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും.
ഉം. ഒരു മോർണിംഗ് മാക്സിമം മോർണിംഗ് ഒരു 10 o'clock എന്നാക്കാം എത്തിയാൽ മതി, ഓഫീസിലേക്ക് വന്നാൽ മതി. ഓക്കെ ഓക്കെ. ആ നമുക്ക് വെച്ചാല് വെച്ചാല് ഇത് വെച്ച് ചെയ്യേണ്ട ഒരു സിസ്റ്റം ആണ് ഇനി പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമുക്കൊരു ഹ്യൂമൻ ചെയ്യുന്ന സമയം ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു ഓവർ ട്രേഡിങ്, അതായത് ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ട്രേഡ് എടുക്കാനുള്ള സിസ്റ്റം. അതല്ല, ഒരു SL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ SL റിക്കവർ ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം. ഇത് പൊതുവെ ഒരു ഇത് ഹ്യൂമണിന് വരാൻ പോകുന്ന ഒരു കാര്യങ്ങളാണ്, ചെയ്തുകൊടുക്കുന്ന കാര്യമാണ് മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമുക്ക് എന്താക്കാൻ പറ്റും? അതായത് ഈ ടൂള് വെക്കലോട് ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിന് നമുക്ക് എന്താക്കാൻ പറ്റും? അതിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് ഒന്നായിട്ടുണ്ട്. നമ്മൾ സിസ്റ്റം വെച്ച് കൊണ്ടൊരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനെ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ടൂള് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ഇവിടെ ഒരു ഹ്യൂമൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ട്രേഡ് കംപ്ലീറ്റ് ആയ ഉടനെ എന്താക്കിയിട്ടുണ്ടാവും? അടുത്തൊരു ട്രേഡ് എന്താക്കിയിട്ടുണ്ടാവും? ഇവിടെ എടുത്തിട്ടുണ്ടാവും. ഇത് 95% ബൈയാണ് എടുക്കല് ഇവിടെ നിന്ന്. അതായത് ഇത്രയും വലിയൊരു ഹൈക്ക്, അതായത് SL ലോസ് ഇവിടെ വന്നു. എല്ലാവരും പഠിപ്പിക്കുന്നതാണ്, ഇത്രയും വലിയൊരു ലിക്വിഡേഷൻ വരുന്ന സമയം ഇവിടുന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വലിയൊരു പമ്പിങ് സിസ്റ്റം നടക്കും. അവിടെ നിന്ന് മാർക്കറ്റ് അങ്ങോട്ടേക്ക് പമ്പ് ആവും മേലിലേക്ക്. ഇതാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് ഇതാണ്. പക്ഷെ ഇവിടുന്ന് ആ സിസ്റ്റം വന്നിട്ടില്ല. മാർക്കറ്റ് അവിടുന്ന് ക്രാഷായി. അപ്പം അതാണ്, അതായത് ഇപ്പം ഇവിടെ നമ്മൾ നോർമലി എടുക്കുകയാണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന സിസ്റ്റം അതാണ്. അതായത് ഈ വന്ന പ്രോഫിറ്റ് അടുത്ത ട്രേഡിൽ എന്താവും? ഒരു ബൈ ചെയ്തിട്ട് അവിടെ എന്താക്കും? ലോസ് ചെയ്യും. അപ്പോൾ അവിടെ ഇമോഷണൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി പിന്നെ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ടൂളിൻ്റെ ഇതിന് വേണ്ടി നമ്മൾ ആ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ എപ്പോഴും മാറ്റി വെക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇത് വെച്ച് കൊണ്ടുള്ള നമ്മളൊരു 3 month അല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് 1 yearലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ തരും. ആദ്യത്തെ മന്ത് എങ്ങനെയാണ് നിങ്ങളെ മാർഗം, അതായത് നമുക്കൊരു സ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഒരു 1 year കൊണ്ടുള്ള ഒരു കറക്റ്റ് പ്ലാൻ നമ്മൾ എന്നാക്കി തരും, സെറ്റ് ചെയ്ത് തരും. അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ തരും. ആ ഒരു ഇതനുസരിച്ച് മാത്രം നിങ്ങൾ എന്നാക്കുക മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്ത് പോവാം. ചോദിക്കാം, ഡൗട്ടും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക? സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ഡെയിലി ടൈം ഫ്രെയിം വെച്ചിട്ടും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വർക്കിംഗ് ആണ്, എഫക്റ്റീവ് ആവുക. ഏറ്റവും എഫക്റ്റീവ് 5 minute 15 minute ആണ് ഏറ്റവും എഫക്റ്റീവ്. 5 minute 15 minutes. അതാണ് ഇതിന്റെ ബാക്ക് ഹാൻഡിൽ ഇപ്പം നടക്കുന്ന സ്ട്രാറ്റജി. 5 minute 15 minute നമുക്ക് എഫക്റ്റീവ് കൂടുതൽ. ഒരു ലോങ് പീരീഡ് 1 hourന്റെ ഒക്കെ നോക്കുന്ന സമയം നമുക്ക് ട്രേഡ് കുറയും, നല്ല രീതിയിൽ ട്രേഡ്സ് കുറയും. അത്രയും മാക്രോന്റെ അതേ ഉണ്ടാവും അതിൽ ടൈമിങ് കൂടുന്ന സമയം. വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഡൗട്ട്സുകൾ ക്ലാരിറ്റി വരുത്താം. ഇതില് ഓപ്പൺ ചെയ്ത് നേരത്തെ ഇതൊന്നും എടുക്കാമോ? BTC എടുക്കാമോ? ഓക്കെ, BTC എടുക്കാം, അല്ലെങ്കിൽ XAU എടുത്താലും. ഇപ്പൊ ഇതിനകത്ത് എൻട്രി കാണിച്ചു കഴിഞ്ഞപ്പോ 1 2 3 4 5 4 TP 1 2 3 4. ഇതിനകത്ത് ഒരു 8 ക്യാൻഡിലിന് മുമ്പാണ് ബൈ സിഗ്നൽ കാണുന്നത്, അതായത് 40 മിനിറ്റ്. അല്ലേ ഇവിടെ ബൈ വന്നു. അതിനെ പിന്നെ അവിടുന്ന് വീണ്ടും കൺഫർമേഷൻ നോക്കിയിട്ടാണ് എൻട്രി വരുന്നത്. അതായത് നമുക്ക് ഓൾറെഡി ഒരു ബൈ സിഗ്നൽ വന്നു, അവിടുന്ന് വീണ്ടും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കേണ്ട പോയിന്റ് അതിന്റെ മേലേക്കാണ് വരുന്നത്. ബൈ വന്നത് ഏകദേശം 245 ബൈ വന്നിട്ടുള്ളത്. ഓക്കെ, എൻട്രി വന്നിട്ടുള്ളത് 385. 79, അതായത് 79.
ആ അപ്പൊ ഇവിടെ ആ സിഗ്നൽ വന്ന നെക്സ്റ്റ് എൻട്രി പോയിന്റ് ആണ് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ പിന്നെ അങ്ങോട്ടേക്ക് TP കാര്യങ്ങൾ, അതായത് ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. എല്ലാം ഒരൊറ്റടിക്ക് വരൂല. അതായത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആദ്യം ബൈ നമുക്ക് സിഗ്നൽ കാണിച്ച് പിന്നെ അത് കഴിഞ്ഞാണ് എൻട്രി യെസ് അസൈൻ ചെയ്തത്. യെസ് ആദ്യം ആ സിഗ്നലിൽ വരും, പിന്നെ എൻട്രി അത് സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. ഇതും കൂടി ഒരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് നന്നാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ടുണ്ടാവും. അതിപ്പോ ഓൾറെഡി എൻട്രി പാസ്സാണ്. കൺഫേം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം കൺഫർമേഷന് വേണ്ടി വെയിറ്റിംഗ് കൊടുക്കണം. ചെറിയൊരു വെയിറ്റ്, അത് നമ്മൾ പഠിപ്പിക്കും. ഇതിന്റെ സെക്ഷൻ തന്നെ ഉണ്ട്, ചെറിയൊരു സെക്ഷൻ ഉണ്ട് നമ്മൾ തന്നെ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് ട്രേഡിംഗ് അതിന്റെ ഒരു സെക്ഷൻ ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ ഈ സിഗ്നൽ. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും സെറ്റ് ചെയ്ത് അതിന്റെ ചാർട്ട് വിൻഡോയിൽ അതിന് ഇപ്പൊ ബിനാൻസ് ആണെങ്കിലും ബൈബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ട്രേഡിംഗ് വ്യൂവിന്റെ തന്നെ ചാർട്ടാണ് വരുന്നത്. യെസ് ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സിനെ ഡയറക്റ്റ് എല്ലാ ബ്രോക്കേഴ്സിനെയും കണക്ട് ചെയ്യുക. ബിനാൻസിനെ കണക്ട് ചെയ്യുക, ബൈബിറ്റ് കണക്ട് ചെയ്യുക. ഇതിലുള്ള എല്ലാ ബ്രോക്കേഴ്സും ഡയറക്റ്റ് കണക്ട് ചെയ്യുക. നോ പ്രോബ്ലം, ഡയറക്റ്റ് തന്നെ ചെയ്യാം. പിന്നെ മൊബൈലിലും ലാപ്പിലും ഒരുമിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ആക്കുകയും ചെയ്യാം. അതിനും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി യൂസറിന് എന്നാക്കേണ്ട ആവശ്യമില്ല. സാധാരണ അറിയാം, ട്രേഡിംഗ് എല്ലാത്തിനും പ്രീമിയം സെക്ടറാണ്. യൂസറിന് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. നമ്മളെ യൂസറിന് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. നോർമൽ അക്കൗണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ അത്? ഓക്കെ ഓക്കെ നമുക്കേ ആ ഓരോ സെക്ടറിലേക്ക്, അതായത് ഇപ്പൊ ഈ ഓപ്ഷനോ അല്ലെങ്കിൽ ഫോറക്സോ കമോഡിറ്റിയോ അങ്ങനെ അതെങ്ങനെ സെലക്ട് ചെയ്യുന്നവര്? ഇവിടെ നമ്മൾ വാച്ച് ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഇപ്പൊ മൊബൈലിലാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ മാറ്റം ഉണ്ടാവും. ലാപ്ടോപ്പിൽ നമുക്ക് ഇവിടെ ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഇവിടെ നോക്കാം, കോയിൻ നമ്മൾ ഇത് ആഡ് ആക്കി വെക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഈ ടോപ്പിൽ കണ്ടോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഏതാ മാർക്കറ്റ് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട ഏത് മാർക്കറ്റ് ആണെന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ എന്നാവും. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഫോറക്സ് ക്രിപ്റ്റോ നമുക്കിവിടെ കിട്ടും. ഏത് മാർക്കറ്റ് ആയാലും വെച്ചാൽ ട്രേഡിംഗ് വ്യൂവിലാണ്. അതായത് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് വ്യൂവിൽ ഈ സാധനം സെറ്റ് ചെയ്യാനുള്ള റീസൺ, എല്ലാവരും മാർക്കറ്റിൽ ട്രേഡിംഗ് അറിയാത്തത് കൊണ്ട് ലൂസേഴ്സ് ആകുന്ന ആൾക്കാരല്ല. പല ആൾക്കാരും ബ്രോക്കേഴ്സിന്റെ ട്രാപ്പിൽ പോയിട്ടാണ് ലൂസേഴ്സ് ആയിട്ടുള്ളത് ഞാൻ കണ്ടെടുത്തോളം. അതായത് ഒന്ന് ബ്രോക്കർ ചൂസ് ചെയ്യുമ്പം അത് ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന സമയം ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഒന്ന് നിങ്ങളെ ബ്രോക്കർ ഏതാണ് നമുക്ക് വെരിഫൈ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യും. അതിന്റെ ബാക്കിന്റെ നമ്മൾ എന്താണെന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ചെയ്യും, ആ ബ്രോക്കർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അടുത്ത കാര്യമാണ് നമുക്ക് നിങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് എന്നാക്കി തരും. ഒരു 1 ഇയർ ഒരു ചാർട്ട് ഫ്ലോ സെറ്റ് ചെയ്ത് തരും. ആദ്യത്തെ മാസം എന്ത് ചെയ്യണം, രണ്ടാമത്തെ മാസം എന്ത് ചെയ്യണം, മൂന്നാമത്തെ മാസം എന്ത്, അങ്ങനെ ഒരു 12 മാസം നിങ്ങൾ എങ്ങനെ മാർക്കറ്റിൽ എങ്ങനെ ആദ്യത്തെ മാസത്തെ ടാർഗറ്റ് വരണം, കാര്യങ്ങൾ വരുന്നുള്ള ഒരു ഫ്ലോ ചാർട്ട്, ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഇത് ഫോളോ അപ്പ് ചെയ്യണം നിർബന്ധമായിട്ട്. വെറുതെ ഒരു ടൂള് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അങ്ങോട്ടേക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാന്നല്ല. ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനും കൂടി ഒന്നാവണം, വില്ലിങ് ആവണം. അത് അതിന്റെ എന്ന് വെച്ചാൽ എല്ലാവരും സക്സസ് ആവാനാണ് മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്ത് വരുന്നത്. നമുക്ക് അവിടെ ഒന്നാക്കണം, അവിടെ സക്സസ് ചെയ്യണം. അത് അപ്പോൾ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. മുന്നേക്കെ നമുക്ക് കുറെ മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഇതിലാരെങ്കിലും എക്സൽ കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടോ? ഓരോ ട്രേഡ് കഴിയുന്ന സമയം എക്സൽ നോട്ട് ചെയ്ത് വെക്കുന്ന സിസ്റ്റം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാട്ടോ. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാണെങ്കിൽ ക്ലിയർ ആക്കാം. നോ പ്രോബ്ലം. കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ പുതിയതായി ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അർജുൻ, അതേപോലെ മുഹമ്മദ്. കാലിക്കറ്റ് ഓഫീസ് എവിടെയാ? ചെറുട്ടി റോഡിലല്ലേ? ചെറുട്ടിയാണ്. ചെറുട്ടി റോഡിൽ വന്ന് ഡയറക്റ്റ് അവിടുന്ന് പറഞ്ഞില്ലേ സിസ്റ്റം എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട്? അതാ ഞാൻ പറഞ്ഞ മോർണിംഗ് ഒരു ഓഫീസ് ടൈമിങ് വരുന്നത് നമ്മളെ 9:30 to 5:30 ആണ്. വരുന്ന സമയം അപ്പോയിന്റ്മെന്റ് ഒന്ന് എടുക്കുക. അതായത് ഏത് ടൈമിലേക്കാണെന്നുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം വെച്ചാൽ ഞങ്ങൾ അവിടെ കൺഫേം ചെയ്യിക്കണം. സ്റ്റാഫ് അവിടെ ഉണ്ടാവും. മെന്റേഴ്സിന്റെ കാര്യങ്ങൾ അവിടെ കൺഫേം, അതായത് ഒരു അപ്പോയിന്റ്മെന്റ് തന്നെ നിങ്ങൾ ആരാണ് നിങ്ങളെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മളെ സ്റ്റാഫ് ടീം ഉണ്ട്. അപ്പോൾ അവരോടൊന്ന് അപ്പോയിന്റ്മെന്റ് എന്നാക്കാൻ പറയാം. നിങ്ങൾ ഏത് ഡേറ്റിലേക്കാണ് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിയുമ്പോൾ അവിടെ അല്ലെങ്കിൽ വേറെ മീറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഓട്ടോമേഷൻ അല്ലേ വരുന്നത്? അതായത് നമ്മളിപ്പോ ചാർട്ട് അനലൈസ് എല്ലാ കാര്യങ്ങളും സിസ്റ്റം ചെയ്യല്ലേ? യെസ്. അതായത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾ 5% പണിയെടുത്തോട് ഇതിൽ 5%. അതായത് മാർക്കറ്റിൽ, അതായത് നമ്മളിപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഞാൻ 2 ടൈമിലാണ് ഞാൻ ട്രേഡിങ്ങിന് ഇരിക്കല്. അത് ഒന്ന് 10 മണിക്ക് എന്റെ സെക്ഷൻ ഉണ്ട്, അതേപോലെ നൈറ്റ് 8:30 എന്റെ സെക്ഷൻ ഉണ്ട്. എന്റെ ഇതാണ് ടൈമിങ് വരുന്നത്. ഞാൻ ബാക്കിയുള്ള ടൈമിൽ ഒരു ഈവനിങ് നോക്കിയാലായി, വെറുതെ നോക്കുമ്പോൾ ഒരു എൻട്രി കിട്ടിയാൽ എടുക്കും. പക്ഷെ ഈ 2 ടൈമിലാണ് ഞാൻ മേജറായിട്ട് വെച്ചാൽ ആ 2 ടൈമിൽ വരുന്ന എൻട്രി എടുത്താൽ മതി നമ്മള്. ചില മാർക്കറ്റ് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് കൂട്ടി. അപ്പൊ നിങ്ങളും അതേപോലെ നമ്മളത് സെക്ഷനിൽ തരും. നിങ്ങളും അതേപോലെ എന്നാക്കുക, നിങ്ങൾക്കൊരു ടൈം ഉണ്ടാവും. അതായത് നിങ്ങൾ ഫ്രീ അല്ലായി വർക്കൊക്കെ കഴിഞ്ഞു, ബിസിനസ് ഒക്കെ കഴിഞ്ഞു, ആ ഒരു ടൈം, ആ പെർട്ടിക്കുലർ ടൈം നിങ്ങൾ ഡെയിലി എന്നാക്കുക മാർക്കറ്റിൽ എൻട്രി ആവണം. അപ്പൊ അങ്ങനത്തെ കുറെ സിസ്റ്റം അതായത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു പ്രോപ്പർ സിസ്റ്റമാണ്. ആ സിസ്റ്റം ബിൽഡാക്കിയാൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. സിസ്റ്റം നമ്മൾ തന്നെ തരുന്നുണ്ട്. സിസ്റ്റം നിങ്ങൾ ബിൽഡാക്കണ്ട, നമ്മൾ തന്നെ സിസ്റ്റം തരും. അപ്പൊ അതില് നമ്മളെ ഓട്ടോമാറ്റിക് ട്രേഡ് പ്ലേസ് ആവും. ട്രേഡ് നിങ്ങൾ മാനുവലി, അതായത് നമുക്ക് അതായത് പറഞ്ഞാല് ഈ ഒരു അൽഗോ ട്രേഡിംഗ് സിസ്റ്റം ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അൽഗോ ട്രേഡിംഗ് ഞങ്ങളും ഈ അൽഗോ എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്കും അൽഗോ ചെയ്യാം. അതായത് ഞങ്ങൾ ഓൾറെഡി ഒരു 10 കൊല്ലമായിട്ട് ട്രേഡിങ്ങിന്റെ ടൂള് മാത്രമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അൽഗോനെ ബുക്ക് ബ്രോക്കേഴ്സ് ആരും, അതായത് ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സ് ആരും ഉണ്ടാക്കുന്നില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിന്റെ ഉള്ളിലേക്ക്, അതായത് API ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു മേജർ പ്രശ്നം ഇപ്പം ബിനാൻസ് പോലത്തെ ലോകോത്തര ബ്രോക്കറാണ്, അതായത് ടോപ്പ് 1. അപ്പൊ ഇതിലൊക്കെ ഓൾറെഡി അൽഗോ ഉണ്ട്, ഇവരെ തന്നെ ഫ്രീ ആയിട്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്ത് ചെയ്യണ്ടേന്നുള്ളത് ഉണ്ട്. അപ്പൊ ഇവരൊന്നും ഉണ്ടാക്കുന്നില്ല. തേർഡ് പാർട്ടി പുറത്തുനിന്നുള്ളൊരു എൻട്രി അതിലേക്കൊന്നുമില്ല, പോസിബിൾ ആകുന്നില്ല. അൽഗോസ് മുഴുവൻ വർക്ക് ചെയ്യുന്നതും ബുക്ക് ബ്രോക്കറാണ്. ബുക്ക് ബ്രോക്കറും ബുക്ക് ബ്രോക്കർ എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം, ക്ലാരിറ്റി ചോദിച്ചാൽ മതി. അതായത് ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ബ്രോക്കർ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതായത് ഇപ്പം ഈ ട്രേഡിംഗ് വ്യൂക്ക് ഡാറ്റ കൊടുക്കുന്നത്, ഇത്രയും ഇൻവെസ്റ്റേഴ്സിന്റെയും അതായത് ഇത്രയും ഫ്ലോ ഡാറ്റ കൊടുക്കുന്നത് ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സാണ്. ഇതിലേക്കാണ് ഫണ്ട് വരുന്നത്. ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാലറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിൽ കാണുന്ന വാലറ്റാണ്. ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ, ഇന്ത്യൻ മാർക്കറ്റ്, ഇവരാണ് അതായത് ഈ ഒരു ഇതിലേക്ക് എന്താവേണ്ടത്, ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ടീമിന് എന്താക്കേണ്ടത്, ആ ഡാറ്റ സപ്ലൈ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ഡാറ്റകളാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറിച്ച് ഈ ബുക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ MT5 എക്സാമ്പിൾ MT5 ആണ്, ഈ ട്രേഡിംഗ് പോലത്തെ ഒരു സാധനമാണ് MT5. MT5 യൂസ് ചെയ്യുന്ന സമയം, അതായത് MT5ലാണ് ഇപ്പം പ്രശ്നങ്ങൾ കൂടുതൽ, അതായത് മാനിപ്പുലേഷൻ MT5ലാണ് കൂടുതൽ ഇപ്പം നടക്കുന്നത്. അതായത് ഈ ബുക്ക് ബ്രോക്കേഴ്സ് മുഴുവൻ കണക്ട് ആകുന്നത് MT5 ത്രൂ ആണ്. അതായത് MT5 അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. MT5 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, എന്തും അവിടെ ചെയ്യാം, എങ്ങനെയും ചെയ്യാം. അതാണ് അവരുടെ സിസ്റ്റം. നേരെ അതായത് ഞാനത് പറയാൻ കാരണം, ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു അൾട്രാ ഫുൾ പ്രീമിയം എന്ന് പറയുന്നത് മന്ത്ലി 30,000 ഇന്ത്യൻ മണി. അതിൽ ഫുൾ കാര്യങ്ങൾ
അത് കൊടുത്തിട്ട് എടുക്കുന്ന എത്രയോ എത്രയോ ആൾക്കാരുണ്ട്. 95% ആൾക്കാർ അത് കൊടുത്തിട്ട് ഈ മന്ത്ലി 30,000 പ്രീമിയം കൊടുത്ത് എടുക്കത്ത് ഈ ട്രേഡിംഗ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മന്ത്ലി. എന്തുകൊണ്ടാണ് ഈ ഒരു അത് ഇവർക്ക് ഇതുണ്ട്, അതിന്റെ കാര്യങ്ങള്, അതിന്റെ സാധനം ഔട്ട് ഇവർ കൊടുക്കുന്നുണ്ട്, അവർക്ക് അത്ര ബോധ്യമാണ് ട്രേഡിംഗ് വ്യൂക്ക്. അല്ലാതെ അങ്ങനത്തെ ഒരു എമൗണ്ട് വേണ്ടവർ എടുത്താൽ മതി. അതായത് അവർ അത്ര ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്, അത്ര എമൗണ്ടിനനുസരിച്ചുള്ള ഇതുണ്ടാവും, വർത്ത് ഉണ്ടാവും. യെസ്. ഈ എമൗണ്ടിന് അനുസരിച്ചുള്ള വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ അപ്പുറമാണ്. അതായത് ഒരു ട്രേഡർ ഈ എന്തുകൊണ്ടാണ് അപ്പുറം ഈ ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുക്കുന്നത്? അത് ഫ്രീയാ. അല്ല, കൊറേ ഇങ്ങനെ ഈ ഇത് കാണാൻ പറ്റും, ഈ ആൽഗോ ട്രേഡ്, ഇവരെ സെഷൻ വെച്ചിട്ട് ആൽഗോ ട്രേഡിങ്ങിന്റെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അങ്ങനെ യെസ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് മാനിപ്പുലേഷൻ നടത്താൻ ഏറ്റവും സുഖം MT5 ആണ് മാർക്കറ്റിൽ. അതായത് ഇവിടെ പൈസ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ MT5 ത്രൂ ഉള്ള സിസ്റ്റത്തിലാണ്. അവിടെ ഡാറ്റയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതായത് ഇപ്പോ ഈ ഞാൻ ഒരു കാര്യം ഓപ്പണായി പറയാ, ഈ കേരളത്തിലും ഇന്ത്യയിലും, അതായത് ഞാൻ ഇതുവരെ കണ്ടെടുത്തോളം ഒരു ഫോറക്സ് ബ്രോക്കറും ഇവിടുത്തെ എല്ലാം ബി ബുക്ക് ബ്രോക്കേഴ്സ് ആണ് ഞാൻ കണ്ടത്. ആകെ ഞാൻ മുന്നേ ചെയ്തോണ്ടുണ്ടായത് ഞാൻ XNS ആണ്. XNS അത് ഓൾറെഡി ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഓൾറെഡി ആ സമയം തന്നെ ഇപ്പൊ നിലവിൽ ബിനാൻസിൽ ഗോൾഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ 6 കൊല്ലം 7 കൊല്ലമായിട്ട് ബിനാൻസ് ചെയ്യലുണ്ട്, ബൈബിറ്റ് ചെയ്യലുണ്ട്, ഈ ബിങ്കെക്സ് ചെയ്യുന്നതാണ്, ഞാൻ ഡെൽറ്റ ചെയ്യുന്നുണ്ട്. അതായത് കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങൾ നേരെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എന്നാക്കാം. ബ്രോക്കറും നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതല്ലാതെ നമ്മൾ വെറുതെ ടൂള് വാങ്ങി ഒരു ബി ബുക്ക് ബ്രോക്കേഴ്സിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ട്രേഡും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടൊന്നുമില്ല, കാര്യമില്ല. റിയാലിറ്റി അല്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്താക്കി തരും. ആ ഒരു ഏരിയ എത്തുമ്പോൾ ഞങ്ങൾ തന്നെ അതായത് ഇതിന്റെ ബാക്ക് എൻഡിൽ മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ആൾക്കാരുണ്ട്, നമ്മൾ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങളുണ്ട്, സെറ്റ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ ന്യൂസ് ആയിക്കോട്ടെ, അതായത് മാനിപ്പുലേഷൻ അതായത് ഇപ്പൊ നമ്മൾ ടൂളിന്റെ ഒരു മേജർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഒരിക്കലും അതായത് അവരുടെ സിസ്റ്റത്തിലേക്ക് നമ്മളെ ടീം പോകൂല. അവരെ സിസ്റ്റം നമ്മളെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയം മാത്രം എൻട്രി വരും. അപ്പൊ എല്ലാ ബ്രോക്കറും എല്ലാ ഇതും ചെയ്യുന്നത് അവരെ ഇതിലേക്ക് അഡിക്റ്റ് ചെയ്യുക. അവര് പോകുന്നതിന്റെ പിന്നാലെ അവരെ മാർക്കറ്റിന്റെ കൂടെ തന്നെ ലിക്വിഡേഷന് വേണ്ടി ഇത് ചെയ്യലാണ്. എപ്പോഴാണ് നമ്മളെ കണ്ടീഷൻ ഒത്തു വരുന്നത്, അപ്പോഴാണ് നമുക്ക് ഇവിടെ എൻട്രി എന്നാകുന്നത്, പ്ലേസ് ചെയ്ത് വരുന്നത്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്ത സിസ്റ്റം. ഓൾറെഡി ഇപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ശേഷം മാർക്കറ്റിൽ വല്ല ന്യൂസ് വന്നു, കാര്യങ്ങളൊക്കെ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ അതായത് അങ്ങനെ അത്രയും വലിയൊരു ഇത് വരുമ്പോഴാണ് അതായത് $100 ഒരാൾക്ക് $5 ലോസ് വരും. നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോസും നിങ്ങൾക്ക് ഈ ട്രേഡിൽ നിന്ന് വരൂല. അത് ഗ്യാരണ്ടിയാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോസ് നിങ്ങൾക്ക് ഒന്നാവില്ല, ഡിക്റ്റേറ്റ് ചെയ്യൂല. അതാണ് ഒരു യഥാർത്ഥ ട്രേഡറിന് വേണ്ടത്, അക്സെപ്റ്റ് ചെയ്യുന്ന ലോസ്. ഒരാള് യഥാർത്ഥ ട്രേഡിംഗ് ആവണമെങ്കിൽ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ലോസേ വന്നോളൂ. അക്സെപ്റ്റ് ചെയ്യാത്ത ലോസ് അയാൾക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ ട്രേഡിംഗ് സംതിങ് മിസ്റ്റേക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ക്ലാരിറ്റി വരുത്താം. അതിനൊക്കെ നമ്മൾ സാധനം അതെന്താണ്, അതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ തരും. നിങ്ങൾക്കൊരു കറക്റ്റ് അതിന്റെ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ നമ്മൾ തരും, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. നേരിട്ട് വന്നിട്ടൊന്ന് ജസ്റ്റ് നേരിട്ട് കുഴപ്പമില്ല, നേരിട്ട് വരാൻ കാര്യങ്ങൾ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോ നെക്സ്റ്റ് കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. പ്രൈസിങ്ങിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പ്രൈസിങ്ങിന്റെ ഇപ്പോൾ പ്രൈസിങ് നിലവിൽ നമ്മളൊരു പ്രൈസിങ് സിസ്റ്റം വരുന്നത്, നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് 35,000 ആണ്. അത് ലൈഫ് ടൈമിലേക്കാണ് നമ്മൾ ആക്ച്വലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഒരു 2 days നമ്മളൊരു സിസ്റ്റം, അതായത് ഒരു പ്രൈസിങ് വരുന്നത്
25,000 ട്രെയിനിങ് പ്ലസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ഫുള്ളി പാക്കപ്പിംഗ് ആയിട്ട് 25,000 ലൈഫ് ടൈമിലേക്കാണ് ഒരു 2 ഡേയ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രൈസിങ് വരുന്നത്, കറണ്ട് പ്രൈസിങ് വരുന്നത്. വേറെ ചാർജസോ കാര്യങ്ങളോ മന്ത്ലി സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രേഡിംഗ് വ്യൂ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആ സാധനം അതിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും. അതൊക്കെ സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ വൺ ടൈം കൊടുക്കുന്ന എമൗണ്ട് നമ്മളിത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കൊരു ഡെമോ പോലെ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു മേജർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഓൾറെഡി ഇതിന്റെ ഡാറ്റാസും കാര്യങ്ങളും ഇതൊക്കെ ട്രേഡിംഗിന്റെ കയ്യിലാണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി അവർക്ക് സബ്മിറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഒരു ആക്സസ് തന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതിലില്ല. അതായത് അത് ട്രേഡിംഗ് വ്യൂക്കുള്ള കുറച്ച് കൺസേൺ ആണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ അതിൽ എന്നാക്കണം, ഞങ്ങളെ സാധനം മുഴുവൻ അവർക്ക് കൊടുക്കണം, അവരാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നത്. നിങ്ങളെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും അതായത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് മാത്രമാണ് ആക്സസ് ഉള്ളത്. അവർക്ക് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് അവർ ഒന്നാക്കും. നിങ്ങൾ IP കാര്യങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അതായത് ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ അതായത് നേരെ ബാക്ക് എൻഡിലാണ് ഈ ടൂളിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ടൂളിൻ്റെ ഒരു ആക്യുറസിയുടെ കാര്യം അതാണ് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ക്ലാരിറ്റി തന്നത്. 50% വിന്നിങ് റേഷ്യോ ഇല്ലാതെ നമുക്ക് അതിൻ്റെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ഇല്ല. അതെനിക്ക് എവിടെ വേണമെങ്കിലും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന്, അതായത് ഇത്രയും വലിയൊരു മാർക്കറ്റിനുള്ളിൽ നമ്മൾ പോയി ഒരു മാനിപ്പുലേഷനോ കാര്യങ്ങളോ അത് ഇതില്ലാത്തൊരു സാധനം ചെയ്യാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് പ്രശ്നമാണ്. ഓക്കെ, ഒരു ഡൗട്ട് കൊണ്ട് ചോദിക്കട്ടെ. നമുക്കിത് ട്രേഡിംഗ് വ്യൂലാണ് എന്താ പറയുന്നത് ഈ ടൂൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ കൂടുതലും ബൈനാൻസിന്റെയും അല്ലെങ്കിൽ അതുപോലെ ബൈബിറ്റിന്റെയും ചാർട്ടും അതിന്റെ സ്ട്രാറ്റജീസുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പം നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിന് മുഴുവൻ അവർ സബ്സ്ക്രിപ്ഷൻ ചോദിക്കും, ചാർജസ് ഉണ്ട്, പ്രീമിയം എടുക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പല RSI ആണെങ്കിലും വോളിയം ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഒന്നും നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബൈനാൻസിലും ബൈബിറ്റിലുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈനാൻസിലെ ട്രേഡിംഗിന്റെ ചാർട്ട് കിട്ടും. അപ്പൊ സെയിം ഇൻഡിക്കേറ്റർ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ബിനാൻസ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ബിനാൻസ് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അത് ഓപ്പൺ ആവും, നോ പ്രോബ്ലം. ഇതിന്റെ ഉള്ളിലുള്ള കാര്യത്തിന് ഒരു പ്രശ്നമില്ല, ചെയ്യാൻ പറ്റും. ഇതിന്റെ ഉള്ളിലെ ബ്രോക്കേഴ്സിനെട്ടാ നിങ്ങൾക്ക് ഇത് ബിനാൻസിന്റെ ഉള്ളിലേക്ക് വരണം എന്നാണോ പറയുന്നത്? അതെ, ബിനാൻസിന്റെ ചാർട്ടിൽ ഇത് വർക്ക് ആവുമോ? ഞാൻ ആദ്യം അതാണ് ഞാൻ പറഞ്ഞത്. ബിനാൻസ് തേർഡ് പാർട്ടീസിനെ ബിനാൻസ് അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് ഇതിപ്പോ API ത്രൂ ആണ് അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ബാക്കിയുള്ള നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അതായത് ഇതിപ്പോ ഇതിപ്പോ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാല് നിങ്ങളെ ലാപ്പിലും മൊബൈലും 2 സിസ്റ്റം ഉണ്ടാവില്ല എന്തായാലും. മൊബൈലിൽ ഇത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മൊബൈലിൽ നമ്മളെ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ലാപ്പിൽ നിങ്ങളെ കാര്യങ്ങൾ നടക്കാം. ഇതിലൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ നോക്കിയാൽ മതി. എന്തായാലും എല്ലാവരും 2 സിസ്റ്റം സ്ക്രീനിങ് അധികം ആൾക്കാർ ഉപയോഗിക്കലുണ്ട്. അതായത് ഒരാൾ മൊബൈലും ലാപ്പും ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പം എനിക്ക് എൻ്റെതായ വേറൊരു ചാർട്ടും എനിക്കുണ്ട് ഓൾറെഡി. എൻ്റെ ഒരു പാറ്റേൺ വേറെ ഒന്നുണ്ട്. അപ്പം എനിക്കും ഇത് മൾട്ടിപ്പിൾ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ട് ഞാനിപ്പം ലാപ്ടോപ്പിലൊക്കെ ചെയ്യലെന്ന് പറഞ്ഞാൽ